ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. മുട്ട ബജ്ജി, മുട്ട ചമ്മന്തി എന്നൊക്കെ പല നാമത്തിൽ അറിയപ്പെടുന്ന ഐറ്റത്തെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചത്. കുറച്ച് തേങ്ങ, അതിലേക്ക് 2, 3, 4, 5 ചെറിയ ഉള്ളി, എരിവിനനുസരിച്ചിട്ട് മുളക്, മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ചമ്മന്തി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ കുറച്ച് സുർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയെടുത്ത ശേഷം അത് രണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. 2 ഭാഗമാക്കിയിട്ട് എടുക്കുന്നത്. ഇതിലെ ഈ ഒരു മഞ്ഞക്കരു മിക്സ് ചെയ്തിട്ട് നമ്മൾ ചമ്മന്തിയിൽ വെക്കാറുണ്ട്. ഞാൻ അതില്ലാതെ ഇതിന് മുകളിലാണ് ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ മുട്ടയിലും ഈ ചമ്മന്തി വെച്ചിട്ട് അതവിടെ സെറ്റാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. ശേഷം ഇത് മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. കടലമാവിലും ഇത് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ ബേക്കിംഗ് സോഡ കുറച്ച്, എല്ലാം ഇത്തിരിച്ച് മതി. ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ഓവർ ലൂസും ആവരുത്, എന്നാൽ ഓവർ കട്ടിപ്പിലും ആവാത്ത രൂപത്തിലൊരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ നേരം നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ഈ ഒരു മുട്ട ഈ ഒരു ഇതിൽ കോട്ട് ചെയ്ത് എടുത്തിട്ട് പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കും.